ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് 9 ജൂലൈ 2025. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് ദേശീയപണി കൂടെ കാണാം. അപ്പോൾ അതുകൊണ്ട് നമുക്കും ഇന്ന് ഒഴിവാണ്. ഇന്ന് രാവിലത്തെ വർക്കുകളൊന്നും ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ നമുക്കിന്ന് 2 ഹാർബർ പരിചയപ്പെട്ടാലോ. അപ്പോൾ 2 ഹാർബർ എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ മുൻപങ്കരയിൽ 2 ഹാർബറുകളുണ്ട്. വലിയ ഹാർബറുണ്ട്, ചെറിയ ഹാർബറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹാർബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഹാർബറാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ, കേരളത്തിലെ വലുതും തിരക്കേറിയ ഹാർബറുകളിൽ ഒന്നാണ് നമ്മുടെ മുനമ്പ ഹാർബർ. അപ്പോൾ ഇവിടെ വെളുപ്പിന് 6 മണിക്ക് കച്ചവടം നടക്കാറുണ്ട്. പക്ഷേ ഇന്ന് ദേശീയപണികളൊക്കെ ആയതുകൊണ്ട് കച്ചവടമില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഹാർബറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഗണ്യമായ രീതിയിൽ മത്സ്യം കയറ്റിയിരിക്കുന്ന ഒരു ഹാർബർ കൂടിയാണത്. അതുപോലെ തന്നെ ജർമ്മനി, ബ്രിട്ടൻ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ മത്സ്യങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഹാർബറിൽ അറ്റകുറ്റപ്പണിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാർബർ അവധിയായതുകൊണ്ട് തന്നെ വലവീശുകാരും അതുപോലെ തന്നെ ചൂണ്ടിടലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വർഷാവർഷങ്ങളാണ് നമ്മുടെ ഹാർബറിൽ അറ്റകുറ്റപ്പണിയൊക്കെ നടത്താറുള്ളത്. പിന്നെ എന്ന് വെച്ചാൽ EIA അംഗീകരിച്ച ഒരേ ഒരു ഹാർബറാണ് നമ്മുടെ മുനമ്പ ഹാർബർ. പരിസ്ഥിതി ആഘാത വിലയിരുത്തുന്ന ഒരു സമിതിയാണ് EIA എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹാർബറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രോളിംഗ് നിരോധനമുള്ള ഇപ്പോൾ ഏകദേശം ഒരു 25-26 ദിവസത്തോളമായി ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട്. അപ്പോൾ 31 ജൂലൈ 31 നമ്മുടെ ബോട്ടുകളൊക്കെ ഫിഷിങ്ങിന് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വരാൻ നേരത്ത് നല്ല രീതിയിൽ തന്നെ മത്സ്യം ഉണ്ടാകുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഹാർബറിൽ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ചെയ്യാനും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ അനുവദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്കൊന്നും അനുവദിക്കില്ല. അപ്പോൾ ഈ നമ്മുടെ ഒരു ഹാർബർ പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹാർബറിൻ്റെ വിശേഷങ്ങൾ. വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് അടുത്ത ഹാർബറിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ഹാർബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുനമ്പത്തുനിന്ന് ഒരു 1 കിലോമീറ്റർ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്നൊരു ഹാർബറാണ്. മിനി ഹാർബർ എന്നാണ് നമ്മൾ ഈ ഒരു ഹാർബറിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ചെറിയൊരു ഹാർബറാണ്. നമ്മുടെ മുനമ്പ ഹാർബറിനെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു ഹാർബറാണ്. അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ തന്നെ മത്സ്യബന്ധനവും കാര്യങ്ങളും അതുപോലെ തന്നെ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇത് പൊതുവായിട്ടും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തരക അസോസിയേഷൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹാർബറാണ് നമ്മുടെ ഈ ഒരു മിനി ഹാർബർ. അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രോളിംഗ് നിരോധനം പ്രമാണിച്ചിട്ട് ഇവിടെ അറ്റകുറ്റപ്പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 31 നമ്മുടെ ഈ ഒരു ഹാർബർ, 2 ഹാർബറും സജീവമാകുന്നത്. ഫിഷിംഗ് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളൊക്കെ ശരിക്കും ഹാർബർ അവധിയായിരിക്കുന്ന സമയം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഒരു 20 നേരത്തെ ബോട്ട് പണിക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വല, അതുപോലെ തന്നെ റേഷൻ, അതുപോലെ തന്നെ വെള്ളം, ഐസ്, ഇതെല്ലാം ഇവർ സെറ്റ് ചെയ്തിടും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കും. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.